നമസ്കാരം. സി പി എമ്മിലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പുതിയ തലവേദനയായി മാറുകയാണ് ടി കെ ഗോവിന്ദൻ്റെ ഈ ഒരു പുതിയ തീരുമാനവും താൻ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനവും. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ പാർട്ടിക്ക് എല്ലാ കാലത്തും ഒപ്പം കൂടെ നിന്ന വലിയൊരു വിഭാഗം അണികൾ ഇപ്പോൾ പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെയൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ടി കെ ഗോവിന്ദനെ പോലെയുള്ള ഒരാൾ പാർട്ടിയോട് വിടവാങ്ങാൻ തയ്യാറായത് അവിടെ നടക്കുന്ന ക്രമക്കേടുകളും സ്വജനപക്ഷാതവും കൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ വലിയൊരു ഭാഗം അണികളും വിശ്വസിക്കുന്നത്. ഏതായാലും കേരളത്തിൽ പിണറായിസ്ഥന് ഏറ്റ വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുകയാണ് ടി കെ ഗോവിന്ദൻ്റെ നിലപാടുകൾ. നേരത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നടന്ന രക്തസാക്ഷി ഫണ്ടിൻ്റെ പേരിൽ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയത് കേരളത്തിലെ സഖാക്കളാണ്. രക്തസാക്ഷികളുടെ ഫണ്ടിൽ പോലും കൈയിട്ട് വാരുന്നവരാണ് തങ്ങളുടെ മുതിർന്ന നേതാക്കൾ എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ കണ്ണൂരിൽ ഇത്രയും കാലം പാർട്ടി എന്ത് ചെയ്താലും അതെല്ലാം കണ്ണടച്ച് അംഗീകരിച്ചിരുന്ന വലിയൊരു വിഭാഗം അണികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടിയുമായി ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു. വർഷങ്ങളായി ജി സുധാകരനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരുന്നതിലൂടെയൊക്കെ തന്നെ അല്ലെങ്കിൽ അവഗണിക്കുന്നതിലൂടെ അവഹേളിക്കുന്നതിലൂടെയൊക്കെ തന്നെ അദ്ദേഹം ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മട്ടായിരുന്നു. എന്നാൽ ടി കെ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഈയിടെ വരെയും പാർട്ടിയിൽ വളരെ സജീവമായിരുന്ന ആളാണ്, പാർട്ടിയിൽ വളരെ ഉന്നതമായ പദവികൾ വഹിച്ചിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ആദ്യ സംഭവമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. നേരത്തെ എം വി രാഘവനെയൊക്കെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പുത്തലത്ത് നാരായണനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടു പോയപ്പോഴൊക്കെ തന്നെ ദീർഘകാലമായി നീണ്ടുനിന്ന ചില തർക്കങ്ങൾക്കും പാർട്ടിയിലെ സൈദ്ധാന്തിക ചർച്ചകൾക്കും ഒടുവിലാണ് അവർ പാർട്ടി വിട്ടു പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ടി കെ ഗോവിന്ദൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ രംഗത്തെത്തി യഥാർത്ഥത്തിൽ എന്താണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത് എന്ന് വിളിച്ചു പറയുകയായിരുന്നു. പിണറായി വിജയൻ എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം കണ്ണൂരിൽ ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് ചുരുക്കം. ടി കെ ഗോവിന്ദനും വി കുഞ്ഞകൃഷ്ണനുമൊക്കെ എടുത്തിട്ടുള്ള ഈ തീരുമാനങ്ങൾ കണ്ണൂരിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെയും ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യവും സി പി എം നേതൃത്വത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പാർട്ടി ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം ടി കെ ഗോവിന്ദൻ മത്സരിക്കുന്ന തളിപ്പറമ്പിലും അതുപോലെ വി കുഞ്ഞകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലത്തിലുമൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പാർട്ടി നീങ്ങണം എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായാൽ അത് സി പി എമ്മിനെ സംസ്ഥാന തലത്തിൽ തന്നെ ബാധിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് നേതാക്കൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കണ്ണൂരിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. പിണറായി വിജയൻ ഇന്നലെ കണ്ണൂരിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അതുപോലെ എം വി ഗോവിന്ദനും തളിപ്പറമ്പ് സീറ്റ് തൻ്റെ കുടുംബത്തിനായി നിലനിർത്തുന്ന കാര്യത്തിൽ ഇനി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവർ നൽകിയ വിശദീകരണങ്ങളൊന്നും തന്നെ ഇപ്പോഴും തൃപ്തികരമല്ല. പിണറായി വിജയനാകട്ടെ ഇനിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. കണ്ണൂരിലെ ജയരാജന്മാരാകട്ടെ വളരെ തന്ത്രപൂർവ്വം ഇക്കാര്യത്തിൽ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. എം പി ജയരാജനാണ് എന്തെങ്കിലും പറഞ്ഞത്. പി ജയരാജനും ഇ പി ജയരാജനും ഇക്കാര്യത്തിൽ മൗനം തുടരുക തന്നെയാണ്. പി ജയരാജനാണ് പേരാവൂരിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതുപോലെ എം പി ജയരാജനും ഇ പി ജയരാജനും ശ്രീമതി ടീച്ചറും എല്ലാം തന്നെ തളിപ്പറമ്പിലെ കാര്യം കൂടി നോക്കേണ്ടി വരും. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തട്ടകത്തിലുണ്ടാകുന്ന ആദ്യത്തെ വലിയൊരു തിരിച്ചടി തന്നെയായി ഇത് മാറുകയാണ്. എം വി രാഘവനും പുത്തലത്ത് നാരായണനും ഒക്കെ പോയ കാലം പോലെ അല്ല ഇന്ന് കാലം മാറിയിരിക്കുന്നു എന്നുള്ള സത്യം സി പി എം ഒരുപക്ഷെ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എങ്കിലും സി പി എമ്മിന് ഇത് വലിയൊരു ബാലികേറാമലയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ടി കെ ഗോവിന്ദൻ കൊളുത്തിയ തീ ഒരുപക്ഷെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലാകെ ആളിപ്പടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എം കണ്ണൂരിലെ സീറ്റുകളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും എന്നുള്ള കാര്യവും തീർച്ചയാണ്. നേരത്തെ കണ്ണൂരിലെ ഇവരുടെ ഉറപ്പുള്ള സീറ്റുകളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ മാത്രം മതി അവർ എളുപ്പത്തിൽ ജയിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അക്കാര്യം ഇനി അങ്ങോട്ട് വില പോകില്ല എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വവും വിലയിരുത്തുന്നത്.